ശ്രുതി ആരാണെന്നുള്ള സത്യം രേവതിയാണ് ആദ്യം തിരിച്ചറിയുന്നത്. ഈ കാര്യത്തെക്കുറിച്ചിട്ട് രേവതി ആരോടെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതി മകനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് മരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് രേവതിയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദിയുടെ ജീവൻ ഭയന്നുകൊണ്ടാണ് രേവതി ഈ സത്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത്. സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് രേവതിക്കാണെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ചതിക്കാണ് എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ട് സാധാരണയുള്ള രേവതി അല്ലാതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രേവതിയുടെ ഈ മാറ്റം കണ്ട സച്ചിയാണെങ്കിൽ രേവതി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, രേവതിക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഒരുപാട് ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത്, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇല്ല എന്ന് പറയുകയും അതുപോലെ തന്നെ സച്ചിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ രേവതി ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ രേവതി എന്തെങ്കിലും കണ്ട് ഭയന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് രേവതിയുടെ ഈ മാറ്റത്തെ കുറിച്ചിട്ട് മഹേഷുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ സച്ചി. മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഭയവും കാര്യമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പൂജാരിയെ പോലത്തെ ആരോ ഒരാളെ പോയി കാണാൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. രേവതിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. രേവതി വീട്ടിൽ മാത്രമാണോ ഇങ്ങനെ, ഇനി പുറത്ത് ഇതേ സിറ്റുവേഷനിലാണോ, അല്ലെങ്കിൽ അവരുടെ ആരുടെങ്കിലും തൻ്റെ അടുത്ത് പറയാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് രേവതിയുടെ കൂടെ തന്നെ പൂക്കെടുത്ത ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ പോയിട്ട് സച്ചി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ ചെന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 10 മുളം മുല്ലപ്പൂ കെട്ടിക്കൊണ്ട് വരാനാണ്. എന്നാൽ അത് മാറിയിട്ട് ജമന്തിപ്പൂ കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സച്ചിയുടെ അടുത്ത് അവർ പറയുകയും രേവതിയുടെ ഈ ഒരു മാറ്റത്തിൽ ഞങ്ങൾക്കും ഭയങ്കര സംശയം തോന്നിയത് കൊണ്ട് തന്നെ സച്ചിയെ ഞങ്ങൾ കാണണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നൊക്കെ അവിടുത്തെ ചേച്ചിമാര് സച്ചിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ രേവതി വീട്ടിൽ മാത്രമല്ല പുറത്തും ആളാകെ മാറി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതിയെയും കൂട്ടിയിട്ട് എന്തായാലും ഈ സ്ത്രീയെ എന്ന് വെച്ചാൽ ഈ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അവരെ പോയി കാണാന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. ഈ വിവരത്തെ കുറിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. രേവതിയുടെ ഈ ഒരു മാറ്റം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ രേവതി എന്തെങ്കിലും കണ്ട് പേടിച്ചതാണെന്നുണ്ടെങ്കിൽ അവര് വല്ല ചരടോ അങ്ങനെ എന്തെങ്കിലും കെട്ടി തന്നു കഴിഞ്ഞാൽ രേവതിയുടെ പേടി മാറുമെന്ന് പറയാണ്. പക്ഷേ രേവതിയുടെ പേടിയല്ലല്ലോ, രേവതി മറച്ചു വെക്കുന്നതാണ്. അത് ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് രേവതി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നത്. തന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന തന്റെ ഭർത്താവിൽ നിന്നും അതുപോലെ തന്നെ അച്ഛന്റെ സ്ഥാനത്തുള്ള രവിയിൽ നിന്നും ഈ കാര്യം മറച്ചു വെക്കുന്നതിലാണ് നമ്മുടെ രേവതിക്ക് ഏറ്റവും വലിയ വിഷമം. പക്ഷേ ഈ കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരു ഭൂകമ്പം തന്നെ നടക്കും എന്നുള്ള കാര്യം രേവതിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു മറച്ചു വെക്കല്. പക്ഷേ സച്ചിക്ക് ഇതിൽ സംശയമൊന്നും തോന്നരുത്. സച്ചി തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി പറഞ്ഞതുപോലെ തന്നെ കൂടെ വരാന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. ഇല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നമ്മുടെ വർഷ പറയുന്നത് രേവതിയെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് അവര് ചിലപ്പോൾ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നൽകും. അതുകൂടാതെ രേവതി ചേച്ചിക്ക് എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യം മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഹിപ്നോട്ടൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മളടുത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ കൗൺസിലിങ്ങിലൂടെ ആ ഡോക്ടറെ അടുത്ത് പറയാനുള്ള സാധ്യത ഉണ്ട്. അതിൽ നിന്ന് തന്നെ ചേച്ചിക്ക് ഭയങ്കര റിക്കവറി വരുമെന്ന് പറയുകയാണേ. പക്ഷെ ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കാണെങ്കിൽ നല്ല ഭയം തോന്നുന്നുണ്ട്. അതൊന്നും വേണ്ട പക്ഷേ സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കണ്ട് ഭയന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ സച്ചേട്ടന് കൂടെ പോയിക്കോളാം എന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് രേവതി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രേവതിയാണെങ്കിൽ ആ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ രേവതി സംസാരിക്കുകയാണ്. പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ മൊത്തം മാറിയിട്ടാണുള്ളത്. രേവതി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണല്ലോ. പക്ഷേ ഒരു തവണ ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത്, കാരണം നാട്ടിൽ പോയി വന്ന് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്നതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഒന്നിനകത്ത് ഉപ്പ് കൂടി, ഒന്നിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല, ഒന്നിനകത്ത് എരിവ് കൂടി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരികയാണ്. ഇതുവരെ രേവതിയുടെ ജീവിതത്തിൽ ഒരാൾ പോലും രേവതിയുടെ ഭക്ഷണം മോശമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ നിന്നാണ് എല്ലാവർക്കും രേവതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അങ്ങനെ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവൾക്ക് എന്തോ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അവൾ മറയ്ക്കുന്നുണ്ട്. പക്ഷെ അതിൽ അവളുടെ മനസ്സ് നന്നായിട്ട് നോവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചിയുടെ അടുത്ത് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം രേവതി ആണെങ്കിൽ ഇല്ല, താന് അവിടെ ചെന്നപ്പോൾ ഒരാളെ കണ്ട് ഭയന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീ രേവതിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. നീ വലിയൊരു രഹസ്യമാണ് മറച്ചു വെക്കുന്നത്. പക്ഷേ ആ കാര്യം വീട്ടിലറിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നിനക്ക് ആ സത്യം പറയാൻ വേണ്ടി തോന്നുന്നില്ല.
എന്തായാലും നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കള്ളം ഒരു ദിവസം പുറത്തു വരിക തന്നെ ചെയ്യും. അത് പുറത്തു വരുമ്പോൾ വന്നോട്ടെ. അതുവരെ നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഇതിന്റെ കാര്യങ്ങളുടെ പുറകെ പോവൊന്നും വേണ്ട. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നില്ല. നീ എന്തോ കണ്ട് പേടിച്ചതാണെന്നുള്ള രീതിയിൽ തന്നെ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഈ ചരട് കയ്യിൽ അവരെ കൊണ്ട് കെട്ടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയാണെങ്കിൽ രേവതിയുടെ അടുത്ത് പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം അവരെന്താ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഈ ചരട് സച്ചിയുടെ അടുത്ത് എൻ്റെ കയ്യിൽ കെട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നു. അത് പ്രകാരം തന്നെ സച്ചിയാണെങ്കിൽ കയറൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ മുഖത്ത് ഒരു ചിരി വരികയാണ്. തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സച്ചി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ ചിരി കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ആഹാ കൊള്ളാലോ, ഈ അമ്മയുടെ കയറ് നന്നായിട്ട് ഫലിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം രേവതിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു എന്ന് പറയുകയാണേ. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്താണ്. വീട്ടിലെത്തിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ചരട് കൊടുത്തതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സച്ചിയും എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഈ സത്യങ്ങൾ എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിൽ ഒരുപാട് ദിവസം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ആരെങ്കിലും ഒരുപക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകും എന്നുള്ള രീതിയിൽ രേവതി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് രേവതി എന്ന് വിളിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എന്ത് പറ്റി രേവതി എന്ന് ചോദിക്കുമ്പോൾ അത് സച്ചിയേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മറക്കുന്നുണ്ട്. നീ എന്ത് കാര്യം എന്നിൽ നിന്ന് മറിച്ചത്? അത് സച്ചിയേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. ആ ശ്രുതി എന്ന് പറയുന്നത് നമ്മളെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ യഥാർത്ഥ പേര് ശ്രുതി എന്നല്ല, കല്യാണി എന്നാണ്. അവള് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അതില് അവൾക്കൊരു കുഞ്ഞുണ്ട്. ഇത് കേട്ട സച്ചി എന്തൊക്കെ രേവതി ഈ പറയുന്നത്? അതേ സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞത് മുതലാണ് എൻ്റെ സമനില തെറ്റാൻ വേണ്ടി തുടങ്ങിയെന്നുള്ള കാര്യം കൂടി സച്ചിയുടെ അടുത്ത് രേവതി പറയുമ്പോഴേക്കും സച്ചി അങ്ങ് കാലി തുള്ളി പോലെ അങ്ങനെ നിൽക്കുവാണേ. നീ എന്തൊക്കെയാ രേവതി ഈ പറയുന്നതെന്ന് ഒരൊറ്റ ശബ്ദത്തിന് ചോദിക്കുമ്പോഴേക്കും എന്താണ് സച്ചി ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത്, അച്ഛാ ഞാൻ എപ്പോഴും പറയാറില്ലേ ആ ശ്രുതി ഭയങ്കര കേടിയാണ് എന്നുള്ള കാര്യം. അവള് ഒന്ന് കെട്ടിയതാ അച്ഛാ. അവള് ആദിയുടെ അമ്മയാണ്. അവളുടെ പേര് ശ്രുതി എന്നല്ല, കല്യാണി എന്നാന്നുള്ള കാര്യം കേട്ട ഉടനെ നമ്മുടെ രവിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞിട്ട് രേവതിയും അതുപോലെ സച്ചിയും ഒച്ചത്തിൽ വിളിക്കുമ്പോൾ അത് കേട്ട് ബാക്കിയുള്ളവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിയും അവിടെ ഇല്ല കേട്ടോ. എന്തു പറ്റി രവിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന രവിയുടെ അടുത്തേക്ക് ചന്ദ്രയെ ഓടിയെത്തുന്നുണ്ട്. അച്ഛ മെല്ലെ ശ്വാസം എടുക്ക് എന്നുള്ള കാര്യം പറഞ്ഞിങ്ങനെ എല്ലാവരും ഇങ്ങനെ അച്ഛൻ്റെ നെഞ്ചൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി പുറത്ത് പോയിട്ട് കയറി വരുന്നത്. വന്ന ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അങ്കിളിന് എന്താ പറ്റി എന്നുള്ള കാര്യം. അപ്പോഴാണ് ശ്രുതി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കിയിട്ട് ശ്രുതിയെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെയുള്ളവരെ പൊട്ടന്മാരാക്കാം എന്നാണോ? നിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്നും അങ്ങ് പൊട്ടിക്കുന്നുണ്ട് കവിളത്ത് നോക്കിയിട്ട്. അത് കഴിഞ്ഞ് ശ്രുതിയെ അങ്ങ് പിടിച്ച് വലിച്ച് ഒരെണ്ണം കൂടി പൊട്ടിക്കുന്ന സമയത്ത് ശ്രുതി ആണെങ്കിൽ തല ഇടിച്ചിട്ട് തറയിൽ വീഴാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിൽ ഓടിപ്പോയിട്ട് ശ്രുതി എന്ന് വിളിച്ച് അരികിലേക്ക് ചെല്ലുവാണേ. അപ്പോഴേക്കും ആള് മരിച്ച ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ബോധവും ഇല്ല, ആൾക്ക് പൾസൊന്നും ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. അയ്യോ അമ്മേ ശ്രുതി പോയേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചത്തിൽ കരയുവാണേ. അത് കേട്ട് രവിയെ ആണോ ഇപ്പൊ ശ്രുതിയാണോ നോക്കണ്ടേ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സച്ചി എന്നെ കൊണ്ടുപോകുന്നുണ്ട് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക്. അതിന്റെ പുറകെ തന്നെ ശ്രുതി കാറിൽ കയറ്റിയിട്ട് നമ്മുടെ ശ്രുതിയെയും കൊണ്ടുപോകുന്നുണ്ട്. തലയിടിച്ച ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോവുകയും രവി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. ശ്രുതിയെ കൊന്നതിന്റെ പേരിൽ നമ്മുടെ സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്.